ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഈ സമീപത്തുള്ള ആളുകൾ ഒന്ന് ഇരിക്കണം ദയവായി. ഏറ്റവും ആദരണീയനായ പ്രതിപക്ഷ നായകൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർ ഈ ഉപരോധ സമരത്തെ അഭിസംബോധന ചെയ്യുന്നു. പ്രിയങ്കരായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ 28 ദിവസക്കാലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ യുവാക്കളുടെ ആവേശം സമാഹരിച്ചുകൊണ്ട് ജൈത്രയാത്ര നടത്തി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളയാൻ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുമായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ IYC പ്രസിഡന്റ് ശ്രീ രാജ MLA, പ്രിയപ്പെട്ട അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഷാഫി പറമ്പിൽ, പ്രിയങ്കരായ മുൻ NSUയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ഹൈദി ഈഡൻ MLA, പാർലമെന്ററി പാർട്ടിയുടെ ഉപനേതാവ് പ്രിയ മുൻ മന്ത്രി പ്രിയങ്കരായ KC ജോസഫ്, AICCയുടെ സെക്രട്ടറി പ്രിയങ്കരായ ശ്രീ PC വിശ്വനാഥ്, ശ്രീ സണ്ണി ജോസഫ് MLA, ശ്രീ M വിൻസെന്റ് MLA, ശബരിനാഥൻ MLA, ലതിക സുഭാഷ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളെ, DCCയുടെ പ്രിയങ്കരായ പ്രസിഡന്റ്, പ്രിയപ്പെട്ട സജൽ സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ 1 വർഷമായി ഇരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി ഇവിടെ സെക്രട്ടേറിയറ്റ് വളയാൻ എത്തിയിട്ടുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മൾ കാണുന്നത് ഈ 1 വർഷക്കാലത്ത് ഭരണം കൊണ്ട് ഒരു കാര്യം ായിരിക്കും, കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 365 ദിവസം 300 കൊലപാതകങ്ങൾ, 18 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 3742 സംഘർഷങ്ങൾ, അക്രമങ്ങൾ. അതാണ് കേരളത്തിലെ ജനങ്ങൾക്കത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എല്ലാവരെയും പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം. 2 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു. ഈ നാട്ടിൽ പാവങ്ങൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇന്ന് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ക്രമസമാധാന നില ഇതുപോലെ തകരാറിലായ ഒരു കാലഘട്ടം കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല. അക്രമങ്ങളും കൊലപാതകങ്ങളും നിത്യസംഭവങ്ങളായി മാറുന്നു. ഇവിടെ നിയമം കൈയടക്കുന്നത് CPM പ്രവർത്തകന്മാരാണ്. പോലീസ് സ്റ്റേഷന്റെ പ്രതിയായി ഇറക്കിക്കൊണ്ടുപോകുന്നു. അക്രമങ്ങൾ വ്യാപകമായി നടത്തുന്നു. ഇന്ന് നിയമം കയ്യിലെടുത്തുകൊണ്ട് പാർട്ടി സഖാക്കന്മാരുടെ സെൽ ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ മാധവരായരുടെ പ്രതി പോലെ കണക്കി യാതൊരു വിധത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ 365 ദിവസം ഈ സർക്കാർ എന്ത് നേടി, എന്ത് നേട്ടമുണ്ടാക്കി, കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. കഴിഞ്ഞ ഗവൺമെന്റ് പദ്ധതികളുടെ ഉദ്ഘാടനം മാത്രമാണ് നടക്കുന്നത്. ആളുകൾ തറക്കല്ലിട്ട് ആരംഭിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ജോലി മാത്രമാണ് ഇനി മന്ത്രിമാർക്കുള്ളത്. ഒരു ശിലാസ്ഥാപനം നടത്തിയിരുന്നെങ്കിൽ ഞാൻ അവരെ അഭിനന്ദിക്കുമായിരുന്നു. സെമിനാറാണ് ഈ 1ാം വാർഷികത്തിൽ സെമിനാറാണ്. എല്ലാ ദിവസവും 2 സെമിനാർ വീതം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. സെമിനാർ ഉദ്ഘാടനം ചെയ്താൽ സർക്കാരിന് നേട്ടമാകുമോ? ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് നമ്മുടെ UPA ഗവൺമെന്റാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുൻകൈയെടുത്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ഇന്ന് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉടൻ ആവശ്യമില്ല, എല്ലാ ആളുകളും ഇവിടെ നിന്നാണ്.
ഫലപ്രദമായ ഒരു സൈഡിലേക്ക് മാറി നിന്നാൽ മതി. ബിജെപിയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകും. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകും. സമചിത്തതയോടെ എല്ലാവരും ഈ യോഗ സ്ഥലത്തേക്ക് മാറി നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 365 ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിയിലേക്ക്, ദുരിതത്തിലേക്ക്, തൊഴിലില്ലായ്മയിലേക്ക് നയിച്ചവൻ അധികാരത്തിലുള്ളത് പിണറായി ഉപദേശികൾ മാത്രമാണുള്ളത്. ഉപദേശികളുടെ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഉപദേശം എത്തിയിട്ട് സെക്രട്ടേറിയറ്റിലൂടെ നടക്കാൻ കഴിയുന്നില്ല. ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവിതത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള വൻപിച്ച സമര പോരാട്ടമായി നമുക്ക് മുന്നോട്ട് പോകണം. ജനങ്ങളെ വഞ്ചിച്ചവരുണ്ട്, വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്തവരുണ്ട്. ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകണം. ഇവിടെ തൊഴിലുറപ്പങ്ങൾക്ക് അവരുടെ വേതനം കൊടുക്കുന്നില്ല. നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റേഷൻ കടയിൽ പോയ സാധനങ്ങളില്ല, വിലക്കയറ്റം കൊണ്ട് പ്രയാസപ്പെടുന്നു. എല്ലാ നിലയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഈ സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ വൻപിച്ച പോരാട്ടങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന IYC പ്രസിഡന്റ് ശ്രീ രാജ MLA പ്രത്യേകം അഭിവാദിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് അവസാനിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനായ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് ശ്രീ KC ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെയിൻ കുര്യാക്കോസ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാജ MLA, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാഫി പറമ്പിൽ, AIC സെക്രട്ടറി ശ്രീ PC വിശ്വനാഥ്, മുൻ NSY പ്രസിഡന്റ് ശ്രീ ഹൈബി ഈഡൻ, MLA മാരായ ശ്രീ സമരിദാസ്, ശ്രീ വിൻസെന്റ്, ശ്രീ സണ്ണി ജോസഫ്, DC പ്രസിഡന്റ് റിയാജ് സനൽ, KPCC ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, മുമ്പ് കാസർഗോഡ് ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് സമരയാത്ര ഇവിടെ സമാപിക്കുകയാണ്. കേരളത്തിലെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേരളത്തിലെ യുവാക്കൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ് സമരത്തോട് നിൽക്കുന്നത്. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു കൊല്ലം പിന്നിടുമ്പോൾ കേരളം കണ്ട ഏറ്റവും വിവാദങ്ങളിൽ കുറിച്ചു നിൽക്കുന്ന ഗവൺമെന്റ്, വാഗ്ദാനം പാലിക്കാത്ത ഗവൺമെന്റ്, പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷിക്കാർ പോലും ഈ ഗവൺമെന്റ് പ്രവർത്തനത്തിൽ നിരാശരാണ്. കേരളത്തിന്റെ വികസനമാകെ സ്തംഭിച്ചിരിക്കുന്നു. വികസന മുരടിപ്പ് കേരളം കണ്ടുകൊണ്ട് ഒരു കാലമായി. ഇവിടെ പറഞ്ഞതുപോലെ ആരംഭിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ ഒരു പരിപാടി ഗവൺമെന്റില്ല. കഴിയുമ്പോൾ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അതിന് മുഴുവൻ UDF ഗവൺമെന്റിനാണ്. 2 മാസം കഴിഞ്ഞാൽ കണ്ണൂർ വിമാനത്തോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇവിടെ ആരംഭിച്ച് UDF പൂർത്തിയാക്കിയ പദ്ധതികളാണ്. ഒരു കൊല്ലക്കാലം വരുമ്പോൾ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ലാതെ കേരളത്തിലെ വികസനം, കേരളത്തിലെ പുരോഗതി പൂർണ്ണമായ സമീപനത്തിലുള്ള സമാജീകരണം, ഈ ജനവികാരം ശക്തമാകാനും കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളെ മുമ്പോട്ട് പോകാനും യൂത്ത് കോൺഗ്രസും ഈ സമരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ശ്രീ M. വിൻസെന്റ് MLA, ബഹുമാനായ പൊതുസമ്മേളനം ശ്രീ രമേശ് ചെന്നിത്തല, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമരീന്ദർ സിംഗ് രാജാജി ഇബ്രാം, ഏറെ ബഹുമാനീയരായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ബഹുമാനിയായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു വർഷം പിന്നിട്ട ജനദ്രോഹ സർക്കാരിനെതിരായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ ആരോട് എല്ലാവരും അവിടെ നിന്നാൽ മതി, എല്ലാവരും അവിടെ നിന്നാൽ മതി. ഈ സമരത്തിന് പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. നമസ്കാരം.
ഓർമ്മയില്ലേ? ഞാൻ കൊണ്ടു അടുത്തതായി പ്രിയങ്കരനായ ശ്രീ ശബരിനാഥൻ MLA സംസാരിക്കും. നീണ്ട പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഒരു വർഷം സർക്കാർ പൂർത്തിയാകുമ്പോൾ സെക്രട്ടേറിയറ്റിലെ രണഭൂമിയാവാൻ അത് തന്നുകൊണ്ടുണ്ട് എന്താണെന്നുള്ള കാര്യം ഒരാൾക്കും ഒരു ദൈവത്തിന് പോലും കാര്യമില്ല. എന്തായാലും 28 ദിവസമായി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ഷെഫീഖ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജാഥയിൽ കേരളത്തിലെ എല്ലാവരിൽ നിന്നുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും വന്നു ചേർന്നത് കാണിക്കുന്നത് ഈ സർക്കാരിനോടും ദേശീയ സർക്കാരിനോടുള്ള ദേഷ്യവും അവജ്ഞയുമാണ്. തീർച്ചയായിട്ടും നല്ല മാതൃക കൊടുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രസ്ഥാനം എന്നും മുന്നിട്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ചെയ്യുന്നു. ഈ ഉപരോധത്തിന് ആവേശം പകർന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ